സ്വന്തം വിലയും നിലയും പദവിയും മറന്ന് പെരുമാറുന്ന ചില ആളുകളുണ്ട്. അയാൾ എത്ര ഉന്നതനായാലും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ച വനവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കാര്യമാണ് പറയുന്നത്. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെ കാസർഗോഡ് DFO ജോസ് മാത്യുവിനെ സ്ഥലം മാറ്റി. പൊയിനാച്ചി സ്വദേശിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ജോസ് മാത്യുവിനെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തത്. ട്രെയിനിൽ സ്ത്രീകൾക്ക് മുന്നിൽ അശ്ലീല ചേഷ്ടകൾ കാണിച്ചെന്ന കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാസർഗോഡ് DFOയെ ചുമതലയിൽ നിന്ന് നീക്കിയത്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ജോസ് ഗിരിയിലെ ജോസ് മാത്യുവിനെതിരെയാണ് വകുപ്പ് തല നടപടി. കണ്ണൂർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ M രാജീവിന് കാസർഗോഡ് DFOയുടെ അധിക ചുമതല നൽകി. ജോസ് മാത്യുവിനോട് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുൻപാകെ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണപരമായ സൗകര്യാർത്ഥമുള്ള സ്ഥലമാറ്റമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ശനിയാഴ്ച വൈകിട്ടോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഓക്ക എക്സ്പ്രസിലാണ് കേസിനാസ്പദമായ സംഭവം. ട്രെയിനിൽ മുൻവശത്തുള്ള ഒന്നാമത്തെ ജനറൽ കോച്ചിൽ ഒരാൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി റെയിൽവേ കൺട്രോൾ റൂമിൽ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ജോസ് മാത്യുവിനെതിരെ കേസെടുത്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.